കോൽക്കളിയുടെ പയ്യന്നൂർ പെരുമക്ക് ഫോക്ലോർ അംഗീകാരം. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. കോൽക്കളിയുടെ പയ്യന്നൂർ പെരുമയെ തൊട്ടറിഞ്ഞ യുവകലാകാരന് കേരള ഫോക്ലോർ അക്കാദമിയുടെ അംഗീകാരം. പയ്യന്നൂർ തെരുവിലെ KV മഞ്ചേഷ് കുമാർ എന്ന കലാകാരനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ 2022 കോൽക്കളി കലാകാരനുള്ള യുവപ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. 21 വർഷമായി കോൽക്കളി രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് മഞ്ചേഷ്. 2019 മുതലാണ് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ ഫെല്ലോഷിപ്പ് പദ്ധതിയിലൂടെ സ്വതന്ത്രമായി കോൽക്കളി പരിശീലിപ്പിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിന് 2018 കേരള സാംസ്കാരിക വകുപ്പിൻ്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 3.5 വർഷക്കാലം കലാ അധ്യാപകനായി പ്രവർത്തിച്ചു. മാടായി, ഏഴോം എന്നിവിടങ്ങളിൽ കോൽക്കളി പരിശീലിപ്പിക്കുകയും അരങ്ങേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ാണ് കേരള സർക്കാർ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി എന്ന കലാ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അതിൻ്റെ ആദ്യഘട്ടത്തിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും അതേപോലെ തന്നെ ഓരോ ജില്ല തിരിച്ച് കണ്ണൂർ ജില്ലയിൽ അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് കലാ അധ്യാപകനായി എന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുത്തത്. ആ അവസരത്തിൽ തന്നെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മാടായി പഞ്ചായത്ത്, ഏഴോം പഞ്ചായത്ത് എന്നീ 2 പഞ്ചായത്തുകളിലും ഈ പയ്യന്നൂർ കോൽക്കളി പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും അരങ്ങേറ്റം ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് ഏറെ ഒരു അംഗീകാരമായിട്ട് തന്നെ കാണുന്നു. 2018 ഫെലോഷിപ്പ് ലഭിക്കുകയും ഇപ്പോൾ 2022 കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭാ പുരസ്കാരം ലഭിക്കുകയും ഏറെ ഈ ഒരു കലാമേഖലയിൽ എനിക്ക് ഇനി അങ്ങോട്ടുള്ള ഈ കലായാത്രക്ക് തന്നെ ഏറെ ഒരു പ്രചോദനമായി കാണുന്നു. പയ്യന്നൂർ തെരുവിലെ പരേതനായ KV ഗോവിന്ദൻ, AV ഇന്ദിര എന്നിവരുടെ മകനായ KV മഞ്ചേഷ് കുമാർ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് KP ബാബുരാജ് ഗുരുക്കളുടെ ശിഷ്യനാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനിൽ നിന്നാണ് മഞ്ചേഷ് കുമാർ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഫോക്ലോർ അക്കാദമി അവാർഡ് സമർപ്പണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.